നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി എന്നെത്തിയിരിക്കുന്നത് ധർമ്മികുളങ്ങര ശ്രീ ബലഭദ്രസ്വാമി ക്ഷേത്രം മഴൂരിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റൂട്ടിൽ കരിമ്പത്ത് നിന്ന് 5 കിലോമീറ്റർ വടക്കോട്ട് മാറി മഴൂരെന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളും പറയാനുണ്ട്. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ ഐതിഹ്യങ്ങൾ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. മഴൂരെ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് നമ്മൾ തൊഴാനെത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം വലിയ അശ്വത്ഥം. മൂലതോ ബ്രഹ്മരൂപായ അല്ലേ, അഗ്രത ശിവരൂപിണേന്നും മധ്യതോ വിഷ്ണുരൂപിണേന്നും പറയാറുണ്ട്. അരയാൽ വൃക്ഷത്തിൽ ശിവനും അതുപോലെ ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇരിക്കുന്നു എന്നാണ്. ഈ 3 പേരെയും തൊഴുത പ്രാധാന്യമാണ് ഒരു അരയാലിനെ തൊഴുത് പ്രദക്ഷിണം വെച്ചാൽ. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അരയാൽ. മഴൂര് ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ ജ്യേഷ്ഠാനുജന്മാരുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പറഞ്ഞു തരുന്ന ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിനുണ്ട്. ഇന്നത്തെ തലമുറകൾ ജ്യേഷ്ഠാനുജന്മാരുടെ അനൈക്യത ധാരാളം ഇന്നത്തെ തലമുറകളിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയായിരിക്കണം ഒരു ജ്യേഷ്ഠാനുജന്മാർ കഴിയേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു ഭൗതിക ജീവിതത്തിൻ്റെ മാർഗം കൂടി മഴൂര് ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാൽ നമുക്ക് മനസ്സിലാവും. മഴൂര് ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ ധർമ്മികുളങ്ങര ശ്രീ ബലഭദ്രസ്വാമി ക്ഷേത്രം എന്നാണ്. ഈ ദേശത്തെ ഊരാള പരമ്പരയിലുള്ള ബ്രാഹ്മണൻ സദാകാലം തൃച്ചംബരത്തപ്പനെ ഭജിച്ച് തൊഴാറുണ്ടത്രേ. അങ്ങനെ ഒരവസരത്തിൽ തൃച്ചംബരത്തപ്പനെ തൊഴാൻ പോകാൻ സാധിക്കാത്ത അവസരത്തിൽ ഭഗവാൻ സ്വപ്നദർശനം നൽകിയെന്നാണ്. അങ്ങനെ സ്വപ്നദർശനം നൽകിയ സമയത്ത് പറഞ്ഞത് ധർമ്മി എന്ന ഒരു പശുക്കുട്ടി കിടക്കുന്ന സ്ഥലമുണ്ടെന്നും ആ സ്ഥലത്ത് ചാണകമുണ്ടാകുന്നു, ആ ചാണകം നീക്കി അവിടെ സാളഗ്രാമം കാണാമെന്നും സ്വപ്നദർശനം നൽകി. അങ്ങനെ ആ ബ്രാഹ്മണൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുളം കുഴിച്ചുവെന്നും ഈ കുളത്തിൽ ആ സാളഗ്രാമം വെച്ച് പൂജിക്കണമെന്നാണ്. ഭാരതത്തിലെവിടെയും ഇങ്ങനെ സാളഗ്രാമം കുളത്തിൽ വെച്ച് നിവേദിച്ച് പൂജിക്കുന്ന ഒരു ക്ഷേത്ര പുണ്യസങ്കേതമുണ്ടോ എന്ന് സംശയമാണ്. ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുന്നതിന് മുൻപ് ഈ കുളത്തിൽ വന്ന് സാളഗ്രാമത്തെയും തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്നത്. കാരണം സാളഗ്രാമം എവിടെയും വെച്ച് പൂജിക്കാം, പക്ഷേ സാളഗ്രാമം പൂജിക്കുന്ന സ്ഥലത്തിന് ഏറെ പവിത്രതയും മഹത്വവുമുണ്ടെന്നാണ്. ആ സ്വപ്നദർശനം കണ്ടതുപോലെ ഇന്നും ഈ ക്ഷേത്രകുളത്തിൽ ആ പഴയ കാലഘട്ടത്തിൽ നിക്ഷേപിച്ച സാളഗ്രാമം ഉണ്ട് എന്നാണ് ഐതിഹ്യം. അതിന് മറ്റൊരു ഘടകം, നമുക്ക് ഈ ക്ഷേത്രത്തിലെ പടവുകൾ കയറി നമ്മളങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും. കുളപ്പര പോലെയാണെങ്കിലും ഇവിടെ വെച്ചാണത്രേ പഴയ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ മേൽശാന്തി വന്ന് വിളക്ക് വെച്ച് നിവേദ്യം കൊടുക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇത് എന്നാണ് പഴമക്കാരും ഇവിടുത്തെ ഐതിഹ്യത്തിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ധർമ്മികുളങ്ങര എന്നുള്ളതിൻ്റെ പ്രാധാന്യവും സാളഗ്രാമം വെച്ച് പൂജിക്കുകയും ചെയ്ത ഒരു വിശിഷ്ടമായ സങ്കേതം കൂടിയാണ് മഴൂര് ശ്രീ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം.
ബലഭദ്രസ്വാമി ധർമ്മികുളങ്ങര, നേരത്തെ കുളത്തിൻ്റെ പ്രാധാന്യവും ധർമ്മി എന്ന പശുക്കുട്ടിയുടെ ഐതിഹ്യത്തിനും ശേഷം ഭഗവാൻ ബലഭദ്രസ്വാമി പടിഞ്ഞാറോട്ടേക്ക് ദർശനമായാണ് അനുഗ്രഹം നൽകുന്നത്. തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ പെരുമാൾ കിഴക്കോട്ടും. അപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ള ഐതിഹ്യത്തിലാണ് ബലഭദ്രസ്വാമിയുടെ മുഖം പടിഞ്ഞാറും തൃച്ചംബരത്തപ്പൻ കിഴക്കോട്ടും നോക്കി ദർശനം നൽകുന്നതെന്നും ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം കണ്ടുകൊണ്ടാണ് അനുഗ്രഹം നൽകുന്നത് എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. മറ്റൊരു പ്രത്യേകത, ബലഭദ്രസ്വാമിക്ക് ഏറ്റവും പ്രധാനം ബലഭദ്ര ജയന്തി എന്ന് പറയുന്നത് തന്നെ അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ നാളിൽ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കാര്യം സാധിച്ചു പോകുന്ന ഭക്തരും ഏറെയാണ്. എന്തുകൊണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ അക്ഷയ തൃതീയ പരശുരാമനെയും ബലരാമനെയും മറന്നുകൊണ്ടാണ്. പക്ഷേ ഈ പ്രദേശക്കാരെ സംബന്ധിച്ച് അക്ഷയ തൃതീയയിൽ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നു. പൗർണമി നാളിൽ പാലഭിഷേകം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് മഴൂരെ ബലഭദ്രസ്വാമി ക്ഷേത്രം. നമുക്കിനി പ്രദക്ഷിണ വഴിയിലൂടെ അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. മഴൂരപ്പൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞു. വൈഷ്ണവ ചൈത സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് 4 പ്രദക്ഷിണമാണ്. അപ്പോൾ 4 പ്രദക്ഷിണം കൊണ്ടാണ് ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കേണ്ടത്. അതുപോലെ അഭിഷേകം, തുളസിമാല ഇത്യാദി കാര്യങ്ങളൊക്കെ ചാർത്തി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താം. ഇവിടുത്തെ താന്ത്രിക പാരമ്പര്യം എന്ന് പറയുന്നത് പൂന്തോട്ടത്ത് ഇല്ല പാരമ്പര്യമാണ്. തളിപ്പറമ്പിലെ 4 പ്രസിദ്ധമായ ഇല്ലങ്ങളിൽ ഒന്നാണ് പൂന്തോട്ടത്തില്ലം. ആ പൂന്തോട്ടത്തില്ലത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിയുടെ അദ്ദേഹത്തെ താന്ത്രിക കർമ്മ നേതൃത്വത്തിലാണ് ഇപ്പോഴും ഇവിടുത്തെ പ്രതിഷ്ഠാദനവും അനുഷ്ഠാനങ്ങളും ഒക്കെ നടന്നു വരുന്നത്. പുതുക്കുടി പെരുന്തേട്ടയിലും മഴൂരപ്പനും തമ്മിൽ ഒരു ഊരാള ക്ഷേത്ര ബന്ധമല്ല. അമ്മ മകൻ ഓർ അമ്മയുടെ ഒരു സന്താനമായിട്ടാണ് ദേവനെ ഇന്നും കണക്കാക്കി വരുന്നത്. ഇല്ലത്ത് സന്താനമില്ലാതെ ഇരുന്ന കാലത്ത് അന്നത്തെ തലമുറയിലെ ഒരു വയോധികനായ നമ്പൂതിരി തൃച്ചംബരത്തപ്പനെ അസാമാന്യമായി ഭജിക്കുകയും ദിവസവും തളിപ്പറമ്പ്, തൃച്ചംബരം, കാഞ്ഞിരങ്ങാട് എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വന്നതിന് ശേഷം ആ പ്രസാദം ഇല്ലത്തെ വടിക്കണിയിൽ സമർപ്പിച്ചിരുന്നു. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം പ്രാതൽ കഴിച്ചിരുന്നത്. ഒരു ദിവസം തളിപ്പറമ്പിലെത്തുമ്പോൾ അദ്ദേഹത്തിന് വയ്യാതാവുകയും അദ്ദേഹം ഇല്ലത്തേക്ക് മടങ്ങി. വൈകുന്നേരം ഉച്ചയ്ക്ക് പ്രസാദം സേവിക്കാൻ പോയ അന്തർജനം തൃച്ചംബരത്തപ്പൻ്റെ പ്രസാദമായ ചന്ദനം കാണുകയും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആവില്ല, ഏകാദശി വ്രതം കാരണം ദ്വാദശി ദിവസം അന്ന് തൃച്ചംബരത്ത് എത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. സാധുവായ ആ അന്തർജനം അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാതെ വ്രതത്തിൽ ഇരുന്നു. ഇത് മനസ്സിലാക്കിയ നമ്പൂതിരി പിറ്റേ ദിവസം വല്ലാത്ത പാരവശ്യത്തിൽ തൃച്ചംബരത്ത് പോയി മണ്ഡപത്തിൽ നമസ്കരിക്കുന്ന സമയം ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ തൃച്ചംബരത്തപ്പൻ്റെ ദർശനം സിദ്ധിച്ചു. ഈ വയസ്സാവും കാലത്ത് ഇനി ബുദ്ധിമുട്ടി എന്നെ കാണാനായിട്ട് തൃച്ചംബരത്ത് വരണ്ട, അങ്ങ് ഇല്ലത്ത് ചെല്ലുമ്പോൾ ഇല്ലത്തിൻ്റെ വടക്കുവശത്ത് ഒരു പശു കിടക്കുന്നുണ്ടാവും. ആ പശുവിനെ ധർമ്മി എന്ന് പേര് തട്ടി വിളിച്ചാൽ പശു നീക്കുമ്പോൾ സാധാരണ വിസർജ്യം നമുക്ക് കാണാം. ആ സ്ഥലം കുഴിച്ചാൽ എൻ്റെ സാന്നിധ്യം
അവിടെ ലഭിക്കും. ആ സാന്നിധ്യമായ സാളഗ്രാമം അടുത്തു തന്നെ ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചാൽ മതി എന്നാണ് സ്വപ്നത്തിൽ ദർശിച്ചത്. അതുപ്രകാരം അദ്ദേഹം വന്ന് പശുവിനെ കാണുകയും ആ പശുവിനെ വിളിച്ചെണീപ്പിച്ച് ആ സ്ഥലം കുഴിച്ചപ്പോൾ കിട്ടിയതാണ് ഇന്ന് കാണുന്ന സാന്നിധ്യം എന്നാണ് പഴമക്കാരുടെ ഒരു സങ്കല്പം. ബലഭദ്രസ്വാമി പ്രദക്ഷിണം വഴുക്കുന്ന സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് ഓഡിറ്റോറിയം കാണാം. ഓഡിറ്റോറിയത്തിൽ ഈ സമീപ കാലഘട്ടത്തിലായിട്ട് വിവാഹങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സപ്താഹ കാലഘട്ടത്തിൽ അന്നദാനം പോലുള്ള മഹൽക്കർമ്മങ്ങൾ നടക്കുന്നതും ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ ഇനിയും ഇവിടെ വർദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം ആധ്യാത്മികതയും. ആ ആധ്യാത്മികതയ്ക്ക് വേണ്ടിയാണ് ശ്രീമദ് ഭാഗവത സപ്താഹം പോലുള്ള അനുഷ്ഠാനങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നതും അക്ഷയ തൃതീയ നാളുപോലുള്ള ദിവസങ്ങളിൽ അനുഷ്ഠാനം നടക്കുന്നതും ഒക്കെ ആ പ്രാധാന്യത്തിലാണ്. മഴൂര് ബലഭദ്രസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതത്തിൽ തന്നെ അപൂർവമുള്ള ബലഭദ്രസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ട 3 ശ്രീഭൂതബലിയാണ്. ഒന്ന് ധനുമാസത്തിൽ, ഒന്ന് കുംഭമാസത്തിലെ ശ്രീഭൂതബലി, കൂടാതെ പുത്തരി നാളിലും ഭഗവാന്റെ ബലിബിംബം പുറത്തേക്ക് എഴുന്നള്ളിച്ച് പരിവാരങ്ങൾക്കൊക്കെ നിവേദ്യം കൊടുത്തുകൊണ്ട് നടത്തുന്നതാണ് ശ്രീഭൂതബലി. ആ ശ്രീഭൂതബലി കാലഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ ധർമ്മികുളങ്ങര എന്ന ഐതിഹ്യമുള്ള കുളത്തിൽ ഹവിസ് തൂകി ബലി തൂകിക്കൊണ്ട് ശ്രീഭൂതബലി പൂർത്തിയാക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ബലഭദ്രസ്വാമി ക്ഷേത്രം. ഓം നമോ നാരായണ, 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 ഓം നമോ നാരായണ. ക്ഷേത്രത്തിന് യുഗങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നാരദ മഹർഷി നൽകിയ ബലിബിംബമാണത്രേ മഴൂരെയും അതുപോലെ തൃച്ചംബരത്തെയും ബലിബിംബം. ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ കാണുമ്പോഴും നമുക്കറിയാം അഗ്നിശാലയാണ്. പഴയ സമ്പ്രദായത്തിലുള്ള അഗ്നിശാല. ആ അഗ്നിശാല ഇന്ന് ഏകദേശം ചെറിയ ചെറിയ ജീർണാവസ്ഥകളൊക്കെ ഉണ്ട്. ആ ജീർണാവസ്ഥകളൊക്കെ പരിഹരിച്ച് ഭൗതികമായി കുറച്ചുകൂടി ഉയർത്തേണ്ടുന്നൊരു കാലഘട്ടം കൂടിയാണ്. ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മുടങ്ങാതെ നാമജപങ്ങൾ നടക്കുന്നു, പുരാണ പാരായണങ്ങൾ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി പൂർണ്ണമായും വന്നു ചേരുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അഗ്നിശാലയോടുകൂടി അഗ്നിശാലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രത്തിൻ്റെ കുളവും പാരമ്പര്യ ഊരാളന്മാരായ പുതുക്കുടി ഇല്ലത്തെ ബ്രാഹ്മണരുടെ ഇല്ലം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ആ ഇല്ലത്തിനും നേരത്തെ ഒരു പ്രത്യേകത പറഞ്ഞു. മഴൂരപ്പൻ തൃച്ചംബരത്തേക്ക് പോകുന്നതിന് മുന്നോടിയായി അമ്മയെ വണങ്ങി അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി പോകുക എന്നുള്ളത് കൊണ്ടാണത്രേ ഇല്ലത്ത് പോയി തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് മഴൂരപ്പൻ തൃച്ചംബരത്തേക്ക് പോകുന്നത് എന്ന് പറയുമ്പം അത്രയും പ്രാധാന്യം ഇല്ലവും അതുപോലെ ഈ ക്ഷേത്രവുമായി ഉണ്ട് എന്ന് നമുക്കിവിടുത്തെ ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഓം നമോ നാരായണ.
നാരായണ. ഓം നമോ നാരായണ. ഓം നമോ നാരായണ. ഓം നമോ നാരായണ. ഓം നമോ നാരായണ. മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ധാരാളം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ശംഖുചക്ര ഗദാധാരിയായിരിക്കുന്ന ചതുർബാഹുവോടുകൂടിയ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് എങ്കിലും ബലഭദ്ര അനുഷ്ഠാനത്തിലാണ് ആരാധനയും അനുഷ്ഠാനങ്ങളും നമ്മൾ പറയുന്നത്. ആ ബലഭദ്ര സ്വാമി ജ്യേഷ്ഠാനുജന്മാരുടെ അനുഷ്ഠാനം നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ഷേത്രത്തിനകത്ത് 2016 നമസ്കാര മണ്ഡപം പുതുക്കി പണിതതും നമുക്ക് കാണാം. അതിനകത്ത് ധാരാളം പുതിയ നവീകരണവും അതുപോലെ തന്നെ കഥകളും ഒക്കെ ആലേഖനം ചെയ്തതാണ് നമസ്കാര മണ്ഡപം. നമസ്കാര മണ്ഡപത്തിൽ തൊട്ടുകൂടാന്നാണ് പറയുക. കാരണം പ്രദക്ഷിണ വഴിയിൽ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയായ ബ്രാഹ്മണൻ അദ്ദേഹം വന്ന് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് നമസ്കരിച്ചതിന് ശേഷം, കാരണം ദേവൻ്റെ അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണത നമസ്കാര മണ്ഡപത്തിലാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്ത് വന്നാൽ ആരും തന്നെ നമസ്കാര മണ്ഡപത്തിൽ തൊടാൻ പാടില്ല എന്ന് പറയുന്നതും അത് ഭഗവാനുമായി അടുത്തുള്ള അംഗത്തിൽപ്പെട്ടതുകൊണ്ടാണ്. നമുക്കും തൊഴുതു പ്രാർത്ഥിക്കാം. പ്രധാന ശ്രീകോവിലിൽ ബലഭദ്ര സ്വാമി സങ്കല്പത്തിലും അതുപോലെ തന്നെ എടനാൾ ശ്രീകോവിലിനോട് ചേർന്ന് സോപാനത്തിൻ്റെ സമീപത്ത് തന്നെ തൃച്ചംബരം സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണനെ പ്രത്യേകം നിവേദ്യം കൊടുത്തുകൊണ്ടാണ് ഒരു ദിവസത്തെ അനുഷ്ഠാനം മഴൂരപ്പന് നടക്കുന്നത്. മറ്റൊരു പ്രത്യേകത, എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷിച്ചും വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ പാൽപ്പായസമാണ് പ്രധാന നിവേദ്യം. പക്ഷെ മഴൂരപ്പൻ്റെ അടുത്തൊരു സമ്പ്രദായത്തിൽ ഇടിച്ചു പിഴിഞ്ഞ പായസവും ഒപ്പം പച്ച നാളികേരം അത് ദേവന് നിവേദിക്കുന്നത് ഏറ്റവും കാര്യസിദ്ധിക്ക് ചെയ്യുന്നൊരു അനുഷ്ഠാനമാണത്രേ. അതുപോലെ എല്ലാ വാവിൻ്റെ സന്ധ്യകളിലും പൗർണമി സന്ധ്യകളിൽ ഭഗവാന് പാലഭിഷേകം നടത്തുന്നത് ഇത് സന്താന പ്രീതിക്ക് വേണ്ടിയും സന്താനങ്ങളുടെ യശസ്സിന് വേണ്ടിയും ചെയ്യുന്നതാണ്. ധാരാളം ഭക്തന്മാർ ഇതിനു വേണ്ടി ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കാര്യം നേടി പോകുന്നവരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഷ്ഠാനങ്ങളിലൂടെയും ഐതിഹ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. നമുക്കിനി പ്രദക്ഷിണ വഴിയിലൂടെ നാരായണ മന്ത്രം ജപിച്ച് പ്രദക്ഷിണം ചെയ്യാം. ഓം നമോ നാരായണ. 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 വിശേഷപ്പെട്ട 3 ആരാധനയെക്കുറിച്ച് പറഞ്ഞതുപോലെ കുംഭമാസത്തിലെയും ധനുമാസത്തിലെയും അതുപോലെ പുത്തരി ഈ 3 അനുഷ്ഠാനങ്ങൾ മറ്റൊരു പ്രത്യേകത മഹാഭാരത കഥയുമായും ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് ചില രേഖകളിൽ കാണാൻ പറ്റും. രാവണ യുദ്ധവുമായി ബന്ധപ്പെട്ടും ഒക്കെ കഥകളിൽ മഹാഭാരതവുമായും ബന്ധപ്പെട്ടും കഥകളിൽ നമുക്ക് ബലഭദ്രസ്വാമിയെക്കുറിച്ച് അറിയാം. പക്ഷേ ഇവിടെ വന്ന് ഏകാഗ്രചിത്തതയോടുകൂടി രാമായണം കേട്ടുവെന്നും ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ട് എന്നത്രേ. അതുകൊണ്ട് തന്നെ രാമായണത്തിനേറെ പ്രാധാന്യവും ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ സമീപവാസികളൊക്കെ വന്ന് ഇവിടെ വന്നാണ് രാമായണം വായിച്ച് പൂർത്തീകരിക്കേണ്ടതും. കർക്കിടകത്തിലെ രാമായണവും അതുപോലെ ചിങ്ങമാസത്തിൽ പുത്തരിയും ഒക്കെ അനുഷ്ഠിക്കുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ്
മഴൂര് ധർമ്മികുളങ്ങര ശ്രീ ബലഭദ്രസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് ഇവിടുത്തെ പഴയ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് റിപ്പയർ ആവശ്യമുണ്ട്. അതുപോലെ ഈ മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം. തിരുച്ചമ്പരം ഉത്സവം നടക്കുന്നത് തന്നെ ഈ ഇവിടെ നിന്നുള്ള ബലഭദ്രസ്വാമി ഉത്സവമായിട്ട് അങ്ങോട്ട് പോയതിന് ശേഷമാണ് ഉത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ അത്രയും പ്രധാനമുള്ള ക്ഷേത്രമാണ്. പക്ഷേ അതിനനുസരിച്ചിട്ട് വരുമാനം ഇവിടെ കുറവാണ്. ഇതിൽ ഉൾനാട് ഗ്രാമമായതുകൊണ്ട് പുറത്തുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്നില്ല. നമ്മൾ നാട്ടുകാർ പിരിവെടുത്തിട്ടും നാട്ടുകാർ സഹായിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ നടത്തി പോകുന്നത്. കുറച്ച് സഹായം നമുക്ക് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് കുറച്ച് കിട്ടുന്നുണ്ട്. 1995 മുതൽ 5 തവണയായി ട്രസ്റ്റി ബോർഡിൽ അംഗമായിരുന്നു. 10 കൊല്ലക്കാലം 2 തവണയായി ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു. ആ കാലങ്ങളിലെല്ലാം തന്നെ അമ്പലത്തിന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഓരോ വർഷം കൂടുന്തോറും അമ്പലത്തിൽ വളരെ ശ്രേഷ്ഠകരമായ പ്രവർത്തനങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ അമ്പലം നന്നോ ശോചനാവസ്ഥയിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിപ്പം ഈ ട്രസ്റ്റി ബോർഡ് മാത്രം വിചാരിച്ചാൽ ഈ അമ്പലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നാട്ടുകാരും ആഘോഷ കമ്മിറ്റി മറ്റെല്ലാ ഭക്തജനങ്ങളും കൂടിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതേപോലെ നമ്മളെ അമ്പലത്തിനുള്ളിൽ ഒരു കരിങ്കല്ല് പാവേണ്ട ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതും നമ്മളെ ആഘോഷ കമ്മിറ്റിയായിട്ട് നല്ല ലെവലിൽ പോകുന്നുണ്ട്. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ബലഭദ്രസ്വാമി ക്ഷേത്രം. പല ആഘോഷ കമ്മിറ്റിയും നവീകരണ കമ്മിറ്റിയിൽ ഞാൻ അംഗമായിട്ടുണ്ട്, പ്രസിഡൻ്റായിട്ടുണ്ട്, സെക്രട്ടറി ആയിട്ടുണ്ട്. നടപ്പന്തലായാലും പിന്നെ അതുകൂടാതെ ഇപ്പോൾ നടന്ന ഭാഗവത് സപ്താഹം 2 വർഷമായിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഭാഗവത് സപ്താഹം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്രാവശ്യം അതിലും ഗംഭീരമായിട്ട് ഒരുപാട് പങ്കാളിത്തത്തോടുകൂടി മാതൃസമിതി ആയാലും മറ്റ് ആഘോഷ കമ്മിറ്റി ആയി കഴിഞ്ഞാൽ എല്ലാവരും ജനങ്ങളുടെ നല്ല പങ്കാളിത്തത്തോടു കൂടി നമുക്ക് ഈ സപ്താഹം മുന്നോട്ട് നന്നായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട്. അതിന് വാച്ചവാദ്യാർ ഒരു സുബ്രഹ്മണ്യ വാച്ചവാദ്യാരാണ് ഇപ്രാവശ്യത്തെ യജ്ഞാചാരനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നാട്ടുകാരെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ അറിയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനൊരു മാധ്യമം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണ്ട സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വന്നാൽ ആവശ്യമുള്ള രീതിയിൽ ഒരു വലിയ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളും നമുക്കിവിടെ ഇതുവരെയായി കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നിലവിൽ ആഘോഷങ്ങൾക്ക് മാത്രം കമ്മിറ്റികൾ ഉണ്ടാവുകയും അത് ആഘോഷം കഴിഞ്ഞ് ഉടനെ തന്നെ ആ കമ്മിറ്റിയും പ്രവർത്തനവും കൂട്ടായ്മയും അവിടെ അവസാനിക്കുന്ന ഒരു രീതിയാണ്. അതിന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു നിരന്തരമായി പ്രവർത്തിക്കാൻ ഉള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ടൊരു നാട്ടുകാരുടെ കൂട്ടായ്മ ഒരു കമ്മിറ്റിയെ നിലനിർത്തേണ്ടത്. അത് ക്ഷേത്രം ട്രസ്റ്റി ബോർഡും മറ്റു ആൾക്കാരും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അത് ശ്രദ്ധിക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹെന്നാണ്. ത്രേതായുഗത്തിൻ്റെ പൂർണ്ണതയാണത്രേ സാക്ഷാൽ ശ്രീരാമസ്വാമി. ശമ്പരവനത്തിൽ ശമ്പരമുനി ബലഭദ്രസ്വാമിക്ക് രാമായണം ഉപദേശിച്ചു കൊടുത്തു അത്രേ. ആ രാമായണം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ഏകാഗ്രചിത്രനായി ഇരിക്കാൻ വേണ്ടി കണ്ടെത്തിയ പവിത്രമായ ഒരു സങ്കേതവും ഒരു സ്ഥലവുമാണത്രേ മഴൂര്. അങ്ങനെ ബലഭദ്രസ്വാമി ഇവിടെ വന്നിരുന്നു എന്നും ഇവിടെ ഇരുന്ന് രാമായണം കേട്ടുവെന്നുമാണ്. അതുകൊണ്ട് രാമായണത്തിനും ഏറെ പ്രാധാന്യം ഈ മഴൂര് ബലഭദ്രസ്വാമി ക്ഷേത്രവുമായി ഉണ്ട് എന്ന് നമുക്ക് ഐതിഹ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ എനിക്ക് ഓർമ്മ 5-ാം വയസ്സ് മുതൽ കയറി കഴകപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പഴയ കാലങ്ങളിൽ 5 കുടുംബക്കാർ ഇവിടെ സ്ഥിരമായിട്ട് മാല കെട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ പഴയ ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. ദൈനംദിന കാര്യങ്ങൾക്ക് ഏകദേശം 72 കാലം മുതൽ ആ പഴയ പാരമ്പര്യവും കാര്യങ്ങളെല്ലാം മാറിയിരുന്നു. HRNCക്ക് വിട്ടുകൊടുത്തത്, ക്ഷേത്രത്തെ തന്നെ വിട്ടുകൊടുത്താണ്. അതിനുശേഷം ഇവിടെ ഒരു കഴകക്കാരൻ മാത്രമാണ് അവരെ തസ്തികയിലുള്ളത്. അപ്പോൾ ഓരോ മാസം ഓരോരാളായിട്ട് കഴിക്കുക എന്നുള്ളത് ആ രീതിയിൽ മാലയും വിളക്കും എല്ലാം കുറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന കാര്യത്തിൽ ഒരു വാരരേ ഇടിയുള്ളൂ. ആ വാരര് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്
3 ശ്രീഭൂതബലിക്ക് വിളക്കെടുക്കുക. അതേപോലെ തന്നെ ഇവിടുന്ന് തൃച്ചംബരം ഉത്സവത്തിന് പോകുമ്പോൾ അത് എവിടെയും ഇല്ലാത്തൊരു സംഭവമാണ് തൃച്ചംബര ഉത്സവത്തിന് പോലും. അപ്പോൾ അതും വാര എന്നുള്ള നിലക്ക് ഇവിടുന്ന് എഴുന്നള്ളിച്ചാൽ ഇവിടെ തിരിച്ചെത്തുന്നവരെയും ആ വാര വിളക്കുണ്ടായാലും മാത്രമേ ഭഗവാൻ പുറത്തിറങ്ങുള്ളൂ. ഇവിടുന്ന് പോയി നേരെ ശ്രീകോവിലേക്ക് കയറിക്കഴിഞ്ഞാൽ ശ്രീകോവിലിൽ നിന്ന് പുറമേ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മഴൂർ വാരർ തന്നെ വിളക്ക് പിടിക്കണം. അതൊരു പന്തമാണ്. ബലഭദ്രസ്വാമി തൊഴുത് ശ്രീകൃഷ്ണ ഭഗവാനെയും തൊഴുത് സപ്ത മാതൃക്കളെ പ്രതിഷ്ഠിച്ച സ്ഥലം കാണാം. അതിലൂടെ വന്ന് ഒക്കത്ത് ഗണപതി സങ്കല്പമാണ്. ആ ഗണപതിയെ തൊഴുത് തുടർന്ന് നമുക്കിവിടെ ശ്രീകോവിലിൻ്റെ ചുമരിൽ തന്നെ അയ്യപ്പനീശ്വരനെ, മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്തൊരു സമ്പ്രദായമാണത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുമരിൽ തന്നെ ആലേഖനം ചെയ്ത് 8 വിധത്തിലുള്ള ആരാധനകളുണ്ട്. മനോമയി മണിമയി എന്നൊക്കെ പറയുന്ന രീതിയിൽ 8 വിധത്തിലുള്ള ആരാധനയിൽ ഒന്നാണ് വരച്ചുകൊണ്ടുള്ള ആരാധന. അതിലൊരു ആരാധന അയ്യപ്പനിവിടെ പ്രത്യേകം നിവേദ്യവും അനുഷ്ഠാനവും നടക്കുന്ന ഒരു പുണ്യസങ്കേതം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഗണപതിയെയും അയ്യപ്പനീശ്വരനെയും തൊഴുത് പ്രാർത്ഥിക്കാം. പുരാതനമായ ബലഭദ്രസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ബലഭദ്രസ്വാമി ക്ഷേത്രം. അതിനിതുവരെ വളരെ നല്ല രീതിയിലുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ എത്തിയതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ നാട്ടുകാരും നമ്മൾ മാതൃസമിതിയും കൂടെ നല്ലൊരു രീതിയിലേക്ക് നമ്മൾ അമ്പലത്തിൽ എത്തിക്കണം എന്നുള്ള രീതിയിൽ നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ ഇപ്പം യജ്ഞാചാര്യൻ വാചാവാതിർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി നേതൃത്വത്തിൽ ഭാഗവത സപ്താഹയജ്ഞം നടന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മാതൃസമിതി എന്ന രീതിയിൽ നമ്മൾ നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒത്തൊരുമയോടുള്ള നല്ലൊരു പങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരുമയോടെ തന്നെ മുന്നോട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് ഒരുമിച്ച് പോകുന്നില്ല തന്നെയാണ് നമ്മളെ തീരുമാനം. പിന്നെ ഇനി ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും യജ്ഞാചാര്യൻ്റെ നിർദ്ദേശപ്രകാരം സഹസ്രനാമ പാരായണം ഇവിടെ നമ്മൾ നെയ്വിളക്ക് എടുത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പുറമേയുള്ള ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പൗർണമി ദിവസം പാല് അഭിഷേകം മാത്രമല്ല, പഴയ കാലഘട്ടങ്ങളിൽ ഈ പെരിഞ്ചല്ലൂര് ഗ്രാമത്തിലെ എല്ലാ ഇല്ലക്കാരും വന്ന് ഒരു വാവ് പൂജ അനുഷ്ഠിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അത്രേ. ഇന്നതൊക്കെ കാലം കൊണ്ട് കാലപ്രവാഹത്തിൽ പല ദേശങ്ങളിലേക്കും യാത്ര ചെയ്തതുകൊണ്ടോ ബ്രാഹ്മണ പരമ്പരകളിൽ ഇല്ലങ്ങളും കുറഞ്ഞതുകൊണ്ടോ അറിയില്ല, ഇന്നും ആ വാവ് പൂജ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ ബ്രാഹ്മണരും വന്നുകൊണ്ടത് നടക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ വാവ് പൂജക്ക് വളരെ പ്രാധാന്യം, പൗർണമി പൂജക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും പാലഭിഷേകം നടത്തി ബലഭദ്രസ്വാമിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യവും കുടുംബശ്രീയും കുടുംബത്തിൽ ഐശ്വര്യവും വന്നു ചേരുമെന്ന ഒരു സങ്കല്പം പൂർവ്വകാലഘട്ടത്തിലെ ഉണ്ടായിരുന്നു. അതാണ് ഓരോ ഇല്ലക്കാരും ആ പൂജ കഴിച്ചതിൻ്റെയും ചുരുക്കം. മഴൂര് ശ്രീ ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം. ധർമ്മി എന്ന പശുക്കുട്ടിയെ സ്വപ്നദർശനത്തിലൂടെ കാണുകയും ആ സ്വപ്നദർശനത്തിൽ കണ്ട സ്ഥലത്ത് സാളഗ്രാമം കാണുകയും ആ സാളഗ്രാമം കണ്ട സ്ഥലത്ത് കുളം കുഴിക്കുകയും ആ കുളത്തിൽ ഇന്നും സാളഗ്രാമം വെച്ച് പൂജിച്ച് ഇന്നും വിശേഷ കാലഘട്ടങ്ങളിൽ അവിസ്സു തൂകി അനുഷ്ഠിക്കുന്ന ഏക ഭാരതത്തിലെ ക്ഷേത്രം. ബലഭദ്രസ്വാമിക്ക് അപൂർവം ക്ഷേത്രങ്ങളേ ഉള്ളൂ. വടക്കേ മലബാറിൽ അറിയപ്പെടുന്നൊരു ക്ഷേത്രം കൂടിയാണ് മഴൂര് ശ്രീ ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം. അക്ഷയ തൃതീയ ഏറെ പ്രാധാന്യത്തിലൂടെ അനുഷ്ഠിക്കുന്ന ക്ഷേത്രം.
ഒരു വർഷം 3 വിശേഷ അനുഷ്ഠാനം, കുംഭമാസത്തിലെയും ധനുമാസത്തിലെയും പുത്തരി അനുഷ്ഠാനവും വിശേഷമായി അനുഷ്ഠിക്കപ്പെടുന്ന ക്ഷേത്രം. 14 ദിവസം ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിന്ന് ബലിബിംബം എടുത്ത് തൃച്ചംബരത്ത് പോയി ജ്യേഷ്ഠാനുജന്മാർ, കേരളത്തിൽ ആദ്യം നൃത്തം ആരംഭിക്കുന്നതും അവിടെയാണ്. നാരദ മഹർഷിയാൽ നൽകപ്പെട്ട ബലിബിംബം ഇന്നും ആ ബലിബിംബത്തിലാണ് ആരാധനയും അനുഷ്ഠാനം. കുംഭമാസം 22-ാം തീയതി ഇവിടുന്ന് വാദ്യഘോഷത്തോടുകൂടി തൃച്ചംബരത്ത് പോയി മീനമാസം 6-ാം തീയതി ഭക്തിനിർഭരമായ കൂടിപ്പിരിയലോടുകൂടി തിരിച്ചിവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കഞ്ഞി കൊടുത്ത് ആ കഞ്ഞി കുടിച്ചുകൊണ്ട് ദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മഴൂര് ബലഭദ്രസ്വാമി ക്ഷേത്രം. ധാരാളം ഐതിഹ്യങ്ങൾ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലൂടെ കാണാം. നന്ദി, നമസ്തേ.